നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആവശ്യമില്ലാത്തത് പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. എന്നെ ചതിക്കാനാണ് നീ പ്ലാൻ ഇട്ടിരിക്കുന്നെങ്കില് ആ വാളെടുത്ത് നിന്നെ ഞാൻ പൊക്കും. ACP കാർത്തിക് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാ വെറും ഈയാൻ പാറ്റയായി നീ. ഉടവ സൂക്ഷിച്ചിരുന്ന അറയുടെ താക്കോല് ഉറപ്പോടെ സൂക്ഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ മൈഥിലി തന്നെയാണ് വാളെടുത്തോണ്ട് പോയതെന്ന് ആരറിഞ്ഞു? വാൾ അവളാണ് എടുത്തതെങ്കിൽ പോലീസ് അവരുടെ വീട് സെർച്ച് ചെയ്തപ്പോ വാള് കിട്ടേണ്ടതല്ലേ? മൈഥിലിയോ വൈശാഖും പക്ക ക്രിമിനൽസ് മാത്രമല്ല, പഠിച്ച കള്ളനും കള്ളിയോ. കാർത്തിയ വീട് സെർച്ച് ചെയ്യുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. വാളപ്പോഴേ മാറ്റിക്കാണും. വാള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ മീനാക്ഷി പറഞ്ഞുള്ള അറിവല്ലേ? ഇവള് തന്നെയാണോ വാളെടുത്ത് മാറ്റിയതെന്ന് ആരറിഞ്ഞു? എന്തായാലും മുളച്ചു പൊന്തിയത് ആ മാധവ മന്ദിരത്തിന്റെ പാടത്ത് നിന്നല്ലേ? രാജലക്ഷ്മി, എന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോകും. എന്നെ ഒരു ഭ്രാന്തനാക്കി നീ മാറ്റരുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? ആ ഇന്ദ്രജ പറഞ്ഞതിലുണ്ടല്ലോ പലതും ഗ്രഹിച്ചെടുക്കാൻ. എനിക്ക് സങ്കടമുണ്ടമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. ആ ഇന്ദ്രജ പറയുന്ന കള്ളക്കഥകളൊക്കെ അമ്മ വിശ്വസിക്കുകയാണോ? ആ ഇന്ദ്രജ അമ്മായിയും ഈ തറവാടിന്റെ ശത്രുവാണ്. അത് മുത്തശ്ശി മനസ്സിലാക്കണം. ശത്രുത തന്നെയാ, പക്ഷേ ആ ശത്രു പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മേ, രാജലക്ഷ്മി, അപവാദം പറയുന്നതിന് ഒരു അതിര് വേണം. ഞാൻ മുത്തച്ഛനാ. നിനക്ക് കൊച്ചുമക്കളോട് വാത്സല്യം ഇല്ലാതിരിക്കാം, പക്ഷേ ആ നിൽക്കുന്നത് എന്റെ മകന്റെ മകളാ. വിളിച്ചാൽ വെളികേക്കാത്ത സ്ഥലത്താ എന്റെ മകൻ. ആ എന്റെ മകന്റെ മകളാ ഈ കുട്ടി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി. ഓ, ഒരു മുത്തശ്ശിയുടെ സഹതാപ തരംഗം. ഞാനൊരു കാര്യം പറയുമ്പോ എല്ലാവരും വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഈ കുടുംബത്തെ ഇവള് ഇതിലധികം നാണം കെടുത്താനുണ്ടോ? ഇവള് എന്തിനാ ഇപ്പൊ കാർത്തി കിടന്ന ആശുപത്രിയിലേക്ക് ചെന്ന് കയറിയത്? അവളവളുടെ ഭർത്താവിനെ കാണാൻ. അതുകൊണ്ട് എന്താ ഉണ്ടായത്? മൈഥിലി പറഞ്ഞ അവിഹിത കഥ മുഴുവൻ ഇവൾ ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്തത്? ഇനി ആ കഥയിലെ നായികയെ തെരഞ്ഞ് ആർക്കും ചെമ്പകമംഗലത്തേക്ക് വരേണ്ടതില്ലല്ലോ. ചെമ്പകമംഗലത്തുള്ളവര് മുഴുവൻ പിമ്പുകളായി മാറിയില്ലേ? നീതിയും നിയമമൊക്കെ പറഞ്ഞ മൈഥിലിയുടെ ഭാഗത്തല്ലേ ന്യായം? അവളോട് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ ഇവൻ? ഉണ്ടോ? അവളെ തിരിച്ചു വിളിച്ച് ചെമ്പകമംഗലത്തെ റാണിയാക്കൂ. വൈകമോള് അവള് പ്രസവിച്ച കുഞ്ഞു തന്നെയല്ലേ? രാജലക്ഷ്മി, സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയൊരു സ്ത്രീയെ ന്യായീകരിക്കുകയാണോ നീ? മൈഥിലിയുടെ പക്ഷം ചേരുകയാണോ എന്ന്? പക്ഷം ചേരുകയല്ല കൈമളേട്ട, നമ്മൾ കുറച്ച് സൂക്ഷിക്കണമായിരുന്നു. അതിനുള്ള വിവേകം ഉണ്ടാവണമായിരുന്നു ചെമ്പകമംഗലത്ത് താമസിക്കുന്നവർക്ക്. എന്റെ മകന്റെ കുഞ്ഞാണെങ്കിൽ അവളുടെ അമ്മയായി. അമ്മേ, മുത്തശ്ശി, എന്തൊക്കെയമ്മ ഈ പറയുന്നേ? രാജലക്ഷ്മി, നാക്കുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ മെരുക്കിയിട്ടുണ്ട്, പക്ഷേ നാക്കുന്ന ക്രൂരമൃഗത്തെ ഒതുക്കാൻ മനുഷ്യൻ എന്നിവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനിയെങ്കിലും എനിക്കിത് പറയണം, പറഞ്ഞേ പറ്റൂ. എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കോടികളുടെ വില വരുന്ന ഉടവാളെ നഷ്ടപ്പെടുത്തി. സ്വന്തം അച്ഛനെ കൊലയ്ക്ക് കൊടുത്തു. അമ്മേ, അയ്യോ. ഭർത്താവിന്റെ ജോലി കളഞ്ഞു. ആ കുഞ്ഞിനെ കൂടി കൊണ്ടുപോയി കളഞ്ഞല്ലോ മഹാപാപി നീ.
ദൈവമേ, നഷ്ടപ്പെട്ടതിൽ ഒന്ന്, എന്തെങ്കിലും ഒന്ന് അത് മടക്കി തരാൻ പറ്റുമോ നിനക്ക്? പറ്റൂടി നിനക്ക്? പറ്റും മുത്തശ്ശി. നഷ്ടപ്പെട്ടതെല്ലാം ചെമ്പകമംഗലത്തെ ഉടവാളും എന്റെ കുഞ്ഞിനെയും പിന്നെ കാർത്തിയേട്ടന്റെ ജോലി ഞാൻ വീണ്ടെടുത്ത് തന്നിരിക്കും. ആ ഉടവാൾ ഇവളെന്നെ പിടികൂടുമല്ലോ ദൈവമേ. എന്താ നീ പറഞ്ഞത്? എല്ലാം ഞാൻ വീണ്ടെടുത്ത് തരുമെന്ന്. ശരി, എങ്കിൽ അതിനുശേഷം വന്ന് നിന്നാ മതി നീ എന്റെ മുന്നില്. അങ്ങനെ നീ ശരിക്കും ജയറാമിന്റെ മകളാണെന്ന് നീ തെളിയിക്ക്. ഞാൻ തെളിയിച്ചിരിക്കും മുത്തശ്ശി. ചെമ്പകമംഗലത്തെയോ മാധവ മന്ദിരത്തിലോ തറവാടുത്തൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ മനുഷ്യ സ്നേഹിയായ ജയറാമിന്റെ മകൾ തന്നെയാ. ആ പ്രൊഫൈല് മാത്രം മതി എനിക്ക്. മീനാക്ഷി മോളെ, ഞാൻ തെളിയിച്ചിരിക്കും. വാശി മാത്രമല്ല, എന്റെ ആവശ്യം കൂടിയാ. ഈ മുത്തച്ഛന്റെ പ്രാർത്ഥന എന്റെ പൊന്നുമോൾക്കുണ്ട്. അത് നിനക്കൊരു പരിചയം കവചവുമായിരിക്കും. ഞാൻ തെളിയിച്ചിരിക്കും അമ്മേ, ഞാൻ എന്റെ അച്ഛന്റെ മകള് തന്നെയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദൈവം എനിക്ക് അമ്മയാവുന്നത്? മോളെ, സാവിത്രി എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? ഞാനെന്ത് പറയാനേ? ഇതറിയ നേരത്ത് ഓ മാലതിയ. ഹലോ, ആ വാൾ അവിടെ സുരക്ഷിതല്ലേ? വാള്? ഏത് വാള്? ഞാനൊരു മംഗലത്തെയും വാളെടുത്തിട്ടില്ല. ആവശ്യമില്ലാത്തത് പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. എന്നെ ചതിക്കാനാണ് നീ പ്ലാൻ ഇട്ടിരിക്കുന്നെങ്കില് ആ വാളെടുത്ത് നിന്നെ ഞാൻ പൊക്കും. ACP കാർത്തിക് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാ വെറും ഈയാൻ പാറ്റയായി നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.